സുഹൃത്തുക്കളെ, ഇന്ന് ഓണാണല്ലോ. ഓണത്തിന് എന്താ പ്രത്യേകിച്ച് പരിപാടി എന്ന് ചോദിച്ചാല് അത്തം പൂക്കളം, നല്ല ഇലയിലിട്ട സദ്യ, അതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത്. എന്നാൽ ഞങ്ങൾ അതിനേക്കാളൊക്കെ മുമ്പ് വേറൊരു സ്ഥലം വരെയാണ് ഇപ്പൊ പോകുന്നത്. എന്നാൽ ചെവിയും കാതോർത്ത് നിങ്ങൾ ഇവിടെ ഇരുന്നോട്ട് ഞാൻ പറഞ്ഞു തരാം. ആ പോകുന്ന സ്ഥലമാണ് നമ്മുടെ അബുദാബിയിലെ ഏറ്റവും വലിയ ടെമ്പിൾ. ആ ടെമ്പിളിന്റെ പേരാണ് ബാബ് സിന്ധു മന്ദിർ. ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു ടെമ്പിളും. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഷെയ്ഖ് സായിദ് പള്ളിയും. നമ്മളെ കമ്പനിയിൽ നിന്ന് ഏകദേശം 30-35 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു പള്ളിക്ക് വരുന്ന ദൂരം. ഞങ്ങൾ 5 പേരാട്ടാ പോയത്. ഞാൻ, അക്ബർ, രാകേഷ് ഏട്ടൻ, പിന്നെ കിരൺ, മുനീഷ്. എല്ലാ അമ്പലങ്ങളും തുറക്കുന്നേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ. അങ്ങനെ പറഞ്ഞാൽ ഏകദേശം 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു അമ്പലം തുറക്കുന്നത്. അത് ഓണായതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോഴൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. അത്യാവശ്യം നല്ല മലയാളികളെ ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അമ്പലത്തിൽ എത്തി. ആദ്യം ക്യൂ നിൽക്കണം. ഒരു 1/2 കിലോമീറ്ററോളം ക്യൂ ഉണ്ടായിരുന്നു. അതിന് പുറമെ നല്ല ചൂട് കിട്ടും. നല്ല ചൂട് സഹിക്കാവുന്ന അപ്പുറത്തെ ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൊടയും, വെയിൽ കൊള്ളാതിരിക്കാനായിരിക്കാം അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ലൈനൊക്കെ നിന്ന് കുറച്ചപ്പുറം പോകുമ്പോൾ നമുക്ക് അമ്പലം ഈ ഒരു രീതിയിൽ കാണാൻ കഴിഞ്ഞു. ഈ ഒരു കളർ എന്താണെന്നല്ലേ, ഈ ഒരു കളർ അമ്പലത്തിന് സൂര്യൻ അടിക്കുമ്പോൾ നല്ല പ്രത്യേക ഭംഗിയും തോന്നുന്നുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ അകത്ത് കയറാൻ പോവാണ്. അപ്പൊ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് നമ്മൾ നല്ല സ്റ്റെപ്പ് കയറി പോവാം. ഈ സ്റ്റെപ്പിലുള്ള മാർബിളിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എത്ര ചൂടുണ്ടെങ്കിലും നമ്മളെ കാല് പൊള്ളും. അതായത് സൂര്യന്റെ ചൂട് ഏൽക്കാത്ത ഒരു തരത്തിലുള്ള ഒരു മാർബിൾ ആയിരുന്നു. അമ്പലത്തിന്റെ അടുത്തെത്തുമ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അമ്പരിപ്പിക്കുന്ന കൊത്തുപണികളാൽ പണി കഴിക്കപ്പെട്ട പല ചുമരുകളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇന്നത്തെ കാലം മുതൽ പഴയ കാലം വരെയുള്ള പല ശില്പങ്ങളെയും അതിൽ കാണാം. ഈ കാണുന്നതാട്ടോ അതിന്റെ ആദ്യത്തെ നടവാതിൽ എന്ന് പറയുന്നത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാമറ അലൗഡ് ഇല്ല. നമ്മൾ പോയത് രാവിലെ 9 മണിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പൊതുവെ രാത്രി വരുന്നവർക്കായിരിക്കും അവിടെ കാഴ്ചകൾ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. ഞങ്ങൾ അമ്പലത്തിന്റെ അകത്ത് കയറി പോയി വന്നപ്പോ കുറെ പേര് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നതായി കാണാൻ സാധിക്കും. കൂട്ടത്തിൽ 1-2 ഫോട്ടോ ഞങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു ഒരു വശത്ത് നിന്ന്. അപ്പോൾ അമ്പലത്തിന്റെ കുറച്ച് വിശേഷങ്ങളും കൂടി പറയാനുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണും വരേക്കും നമുക്ക് ഒരു പാർട്ട് 2 ആക്കി എടുക്കാല്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.